DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 24 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സ്കൂൾ പ്രവൃത്തി സമയം 45 മിനിറ്റ് കൂടി വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ പരിഗണനയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറിന് രൂപം നൽകാനായി നിയമിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. സ്കൂൾ പ്രവൃത്തി സമയം രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ആക്കുന്നതിലൂടെ 45 മിനിറ്റ് അധികം ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ നടപടിയിലൂടെ ശനിയാഴ്ച പ്രവൃത്തി ദിനം ഒഴിവാക്കുവാനുമാകും. എന്നാൽ മദ്രസ പഠനത്തെ ഈ സമയമാറ്റം ദോഷകരമായി ബാധിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട്. അടുത്ത അധ്യയന വർഷത്തെ അക്കാദമിക് കലണ്ടറുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള പഠനം നടത്താനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വിദഗ്ധ സമിതി പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുക എന്ന പരിഹാര നടപടി മുന്നോട്ട് വയ്ക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അടുത്ത അറിയിപ്പ്, വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും. യൂണിറ്റിന് ശരാശരി 12 പൈസയുടെ വർധനയാണ് നടപ്പാക്കുക. കഴിഞ്ഞ ഡിസംബർ ആദ്യവാരം 2024-25ലെയും 2025-26ലെയും നിരക്ക് വർധന റെഗുലേറ്ററി കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഡിസംബർ 5-ന് പ്രാബല്യത്തിൽ വന്ന നിലവിലെ നിരക്ക് 2024-25 വർഷം മാർച്ച് 31 വരെയാണ് പ്രാബല്യത്തിലുണ്ടാവുക. 2025-26ലേക്ക് നിശ്ചയിച്ച നിരക്ക് വർധനയാണ് ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത അറിയിപ്പ്, ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 4 കിലോ വീതം അരി വിതരണം ചെയ്യും. 26,16,657 വിദ്യാർത്ഥികൾക്കാണ് അരി ലഭിക്കുക. പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. സ്കൂൾ അവധിക്കാലത്തിന് മുന്നോടിയായാണ് വിദ്യാർത്ഥികൾക്ക് അരി വിതരണം ചെയ്യുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കൈവശം സ്റ്റോക്കുള്ള 17,417 മെട്രിക് ടൺ അരിയിൽ നിന്നാണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകുന്ന ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞു. അരി സപ്ലൈകോ സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ചു നൽകുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1 ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ്. ഇതിനായി 817 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 60 ലക്ഷത്തിലധികം പേർക്കാണ് 1,600 രൂപ വീതം ലഭിക്കുന്നത്. വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും ധനമന്ത്രി അറിയിച്ചു. 26 ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8,46,456 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.31 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്തായാലും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വളരെ ആശ്വാസകരമായ നടപടിയാണിത്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.